കഴിഞ്ഞ 2 ദിവസമായിട്ട് ഏകദേശം ഒരു 1000-ലധികം മെസ്സേജ് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലുമായിട്ട് ആ വീഡിയോ ന്യൂസ് 18 ചെയ്ത വീഡിയോ എനിക്ക് അയച്ചു തന്നു. അപ്പം ഇതുപോലെ ഓരോരുത്തർ അയച്ചു തരുമ്പോഴും എനിക്ക് ആ തിരക്കിനിടയിൽ കാണാൻ പറ്റില്ല. അപ്പം എന്റെ പേഴ്സണലായിട്ടുള്ള കുറെ ആൾക്കാർ ഒരുമിച്ച് ഈ വീഡിയോ വാട്സപ്പിൽ അയച്ചപ്പോൾ എനിക്ക് എന്തോ എന്നെക്കുറിച്ച് വല്ലതും പറയുന്നതാണ്. അങ്ങനെ ഇത് കണ്ട് എനിക്ക് ആകെ ഒരു ഭയങ്കര ഒരു എന്താ പറയാ, ഇപ്പം ഇതിനു മുമ്പ് തൊട്ട് മുമ്പ് പറഞ്ഞൊക്കെ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. അപ്പൊ തന്നെ എനിക്ക് നിഖിലിനെ വിളിച്ച് ഇതെന്താണ് ഒരു ഷെഫ് ആവണമെന്നൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ തന്നെ ഇതല്ല, ഈ ഒരു അല്ലാതെ തന്നെ എനിക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു നിഖിൽ പറഞ്ഞ ആ ഒരു വർത്തമാനത്തിൽ തന്നെ മനസ്സിലായി. അല്ലാതെ ഒരു ഫാമിലിയിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഹെൽപ്പ് ചെയ്യേണ്ട രീതിയിലല്ല, അല്ലാതെ തന്നെ ഹീസ് ഭയങ്കര കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ നിഖിലുമായിട്ട് തന്നെ ഞാൻ സംസാരിക്കട്ടെ. ഹായ് നിഖിൽ. ഭയങ്കര സന്തോഷം അതിന്റെ ആ ഒരു ആത്മവിശ്വാസത്തോടെ സംസാരിച്ച കേട്ടപ്പോൾ തന്നെ ബാക്കിയുള്ള മുഴുവൻ കഥകൾ കേൾക്കുന്നതിന് മുന്നേ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഒരു ഷെഫ് ആവണം എന്നൊരു ആഗ്രഹം കേൾക്കുമ്പോൾ ഏതൊരു ഷെഫിനും ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി ഒരു +2 ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വിട്ടിട്ട് ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഷെഫ് ആവണമെന്ന് കേൾക്കുമ്പം അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് മാറുന്നെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. അപ്പോൾ അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും നിഖിലിന് ആഗ്രഹിക്കുന്ന രീതി ഒരു ഗ്രേറ്റ് ഷെഫ് കേരളത്തിൽ നിന്നുള്ള ഒരു ഗ്രേറ്റ്, കാരണം +2 പഠിക്കുന്നതിന് മുന്നേ തന്നെ ഒരു ആഗ്രഹം, പലരും പല സാഹചര്യം കൊണ്ട് കയറി വരുന്നവരാണ് ഷെഫായിട്ട്, അല്ലെങ്കിൽ പിന്നീട് അവിചാരിതമായിട്ടൊക്കെയാണ് വരിക. പിന്നെ വളരെ ഫോക്കസ് ആയിട്ട് അല്ലെ പാഷനായിട്ട് 8ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളെ എനിക്കറിയാം, അവർക്ക് ഷെഫ് ആവണമെന്നുള്ളത്. അപ്പൊ ആ രീതിയിൽ എത്രയും ആഗ്രഹിച്ച ഒരു സംഭവം തീർച്ചയായിട്ടും ഉടൻ തന്നെ ഉണ്ടാവും. +2 പഠിക്കുകയാണെന്ന് എനിക്കറിയാം. +2 പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ത്യ ഗവൺമെന്റിന്റെ ഏതെങ്കിലും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു 4 ഇയർ IHM-ൽ, പ്രത്യേകിച്ച് അത് ബാംഗ്ലൂരിലോ ട്രിവാൻഡ്രത്തോ അല്ലെങ്കിൽ കോവളത്താണ് തൊട്ടടുത്തുള്ളത്, അതല്ലെങ്കിൽ ചെന്നൈയിലോ ബാംഗ്ലൂരോ ഉള്ള ഒരു 4 വർഷത്തെ ഒരു IHM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിന്റെ ഒരു കോഴ്സ് ചെയ്യാം ഇത് കഴിഞ്ഞിട്ട്. അതിനോടൊപ്പം തന്നെ ഒന്നുകിൽ ബാംഗ്ലൂർ ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ വന്ന് ഒരു അവിടെ നിന്ന് ജോലി ചെയ്ത് അതിന്റെ ട്രെയിനിങ് ചെയ്തിട്ട് കോളേജിൽ പഠിക്കുന്ന ഒരു അവസരം ഉണ്ടാവും. ഇമ്മീഡിയറ്റ് ആയിട്ട് അതിനുശേഷം നിന്റെ ആഗ്രഹം പോലെ ഏതൊക്കെയാണ്, ഏത് മേഖലയിലാണ്, ഏത് ക്വിസിനാണ് നിനക്ക് താല്പര്യം, അതനുസരിച്ചുള്ള ഒരു സ്പെഷ്യലൈസ് ട്രെയിനിങ്ങും ഇമ്മീഡിയറ്റ് ആയിട്ട് അതിനുശേഷം ഒരു ജോലി എല്ലാം വരുന്നൊരു സംഭവമാണ് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ന്യൂസ് 18 ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ അങ്ങോട്ട് വിളിച്ച് നിഖിലിന്റെ നമ്പർ ആവശ്യപ്പെട്ടപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു നേരിട്ട് കാണാൻ പറ്റുമെന്നും വീഡിയോ കോൾ ആണെങ്കിലും നേരിട്ട് കാണാൻ പറ്റി, എത്രയും പെട്ടെന്ന് ഒരു ദിവസം നേരിട്ട് വന്ന് കണ്ട് അതെങ്ങനെയാണ് ചെയ്യേണ്ടത്. +2 പഠിച്ചിട്ട് ഇപ്പോൾ അതിന്റെ അടുത്ത അഡ്മിഷന് വേണ്ടിയിട്ട് IHM-ലോ അല്ലെങ്കിൽ ബാംഗ്ലൂർ IHM-ലോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച അക്കാഡമിയിൽ പഠിച്ച് 4 ഇയർ ഡിഗ്രി എടുത്ത് അതിനോടൊപ്പം ജോലി ചെയ്തുകൊണ്ട് തന്നെ എനിക്കത് മനസ്സിലാവും, നിനക്കത് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. ജോലി ചെയ്തുകൊണ്ട് അതിന്റെ നമ്മുടെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ട് പഠിച്ച് മികച്ച ഇത് നേടി അതിനുശേഷം അതിന്റെ അടുത്ത ലെവലിലേക്കൊക്കെ പോകാനുള്ളൊരു ഗൈഡൻസും മെന്റർഷിപ്പും ജോലിയും എല്ലാം ഞാൻ ഓഫർ ചെയ്യുകയാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് നമ്മളുടെ സ്ഥാപനത്തിൽ ഈവൻ ഒരു വെക്കേഷൻ വന്നാൽ പോലെ അപ്പൊ അതുപോലെ തന്നെ ഈ ഒരു വെക്കേഷൻ സമയത്തൊക്കെ നമ്മുടെ കിച്ചണിൽ കൊച്ചിയിലോ ബാംഗ്ലൂരോ എല്ലായിടത്തും ഗോവയിലൊക്കെ പഞ്ചനക്ഷത്ര ഹോട്ടലിലാണ്. അപ്പൊ അവിടെ വന്ന് അതിന്റെ ഒരു ഇന്റേൺഷിപ്പ് പോലെ ഈവൻ ട്രെയിനിങ് വെക്കേഷൻ കിട്ടിയാലും വന്ന് ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനൊക്കെ പറ്റുന്ന ഒരു അവസരവും ഞാൻ ഉണ്ടാക്കുന്നതാണ്. അതിനുശേഷം ഈ ഒരു നിഖിലിന്റെ നെക്സ്റ്റ് ഇതിന്റെ പഠിക്കാനുള്ള ഈ ഒരു കോളേജിന്റെ പഠിക്കാനുള്ള കാര്യവും അതിന്റെ ഫർദർ ട്രെയിനിങ്ങും അതിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിരിക്കും. അത് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇതിനോടൊപ്പം ജോലി ചെയ്ത് യു വിൽ ഗെറ്റ് ആൻ ഇൻകം, ഒരു ഇൻകം കൂടെ ജനറേറ്റ് ചെയ്തുകൊണ്ട് പഠിക്കാൻ പറ്റുന്ന ഒരു പാക്കേജാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. പഠനത്തോടൊപ്പം ഒരു വരുമാനം കൂടെ കിട്ടുന്ന രീതിയിൽ, അപ്പോൾ ഫാമിലിയെ കൂടെ ബ്രദറിനെയും അമ്മയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു സംഭവമായിരിക്കും. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇതിന് നേരിട്ട് കാണുമ്പം ഇനി ഈ ഒരു മേഖലയിൽ എങ്ങനെയൊക്കെ ആവാം, നമ്മൾ എന്റെ കഥകളൊക്കെ അറിയാമല്ലോ, നമ്മൾ ഇതൊന്നും പഠിക്കാണ്ട് വന്നിട്ട് കുറച്ചൊക്കെ നേടിയതാണ്. അപ്പോൾ നല്ല രീതിയിൽ പഠിച്ച ആ ഒരു വിഷനോടുകൂടി ചെയ്താൽ നിഖിലിന് ഒരുപാട് ഉയരങ്ങളിലെത്താൻ പറ്റുകയും ഇന്ത്യയിലെയും ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു ഷെഫായിട്ട് മാറാൻ ആ ഒരു പാഷനിൽ നമുക്ക് ട്രെയിൻ ചെയ്തിട്ട് കൊണ്ടുവരാനൊക്കെ പറ്റും. ഇപ്പൊ ലോകം അറിയപ്പെടുന്ന ഒരു ഷെഫാക്കി മാറ്റാനുള്ള മലയാളികളെല്ലാം നിഖിലിനോടൊപ്പം ഉണ്ടെന്നുള്ളതാണ്. ഒരു പ്രശ്നം വന്നു, ഇങ്ങനെ ഒരു വാർത്ത ന്യൂസ് 18 വന്നപ്പം മുതൽ എനിക്ക് വന്ന ആയിരക്കണക്കിന് മെസ്സേജ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആയിരക്കണക്കിന് പേര് എന്നെ ടാഗ് ചെയ്തിട്ട് ഇത് അയച്ചിട്ടുണ്ടെങ്കിൽ, മലയാളികളെല്ലാം നിഖിലിനോടൊപ്പം ഉണ്ട്, നിഖിലിന്റെ കുടുംബത്തോടൊപ്പം ഉണ്ട്. അപ്പൊ ഇനിയുള്ള കാലം ഇത് ഈ ഒരു പ്രൊഫഷണലെ ഇന്ത്യയിലെ തന്നെ ഒരു മികച്ച ഒരു ഷെഫായിട്ട് മാറാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് കാണാം. നമ്മുടെ RCP
ലാമറിഡിയനിലാണ്. അപ്പോൾ അതുപോലെ ഇവിടുത്തെ കിച്ചണിൽ എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഉള്ള ഒരു കാഴ്ച നേരിട്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ ഹോട്ടലിൽ കൊണ്ടുവന്നതിൻ്റെ ഒരു ബേസിക് ആയിട്ട് എങ്ങനെയൊക്കെയാണ് ഒരു കിച്ചൺ വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെയാണുള്ളത്. അപ്പോൾ വീട്ടിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് അത് അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് അനിവാര്യമായിട്ട് ഉണ്ടാക്കി നൂഡിൽസ് ഉണ്ടാക്കുന്നത്, നിങ്ങളുടെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ നൂഡിൽസ് കഴിക്കാനായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അത് ആ വീഡിയോയിൽ പറയുന്നുണ്ടല്ലോ, ഞാൻ എൻ്റെതായ രീതിയിൽ ക്രിയേറ്റ് ചെയ്തൊരു പുതിയ നൂഡിൽ ഉണ്ടാക്കി എന്ന് പറഞ്ഞു. അപ്പോൾ ആ നൂഡിൽ എന്തായാലും ഞാൻ വീട്ടിൽ വന്ന് കഴിക്കുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ എത്രയും പെട്ടെന്ന് ഈ കൊച്ചിയിൽ കൊണ്ടുവരും. കൊച്ചിയിൽ കൊണ്ടുവന്നിട്ട് ഈ റെസ്റ്റോറൻറ്റിൽ സ്കൂളിലെ വെക്കേഷൻ ടൈമിൽ ആഫ്റ്റർ എക്സാം ഉണ്ടല്ലോ, എക്സാം കഴിഞ്ഞിട്ടുള്ള ഒരു വെക്കേഷൻ ടൈമിൽ ഇവിടെ ഒരു ഇന്റേൺഷിപ്പ് ഒരാഴ്ചയാണോ 2 ആഴ്ചയാണോ ഫ്രീ ഇവിടെ നിർത്തി നമുക്കതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചിട്ട് BHM IHM എങ്ങനെ അഡ്മിഷൻ നേടാം ഈ വർഷം, ഏറ്റവും മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എവിടെയാണോ ഉള്ളത്, അതിപ്പം ഗവൺമെന്റിന്റെ ആണെങ്കിൽ നമുക്ക് ഗവൺമെന്റ് സംവിധാനത്തോടു കൂടി ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും നല്ല മികച്ച പ്രൈവറ്റ് ഒത്തിരി കോളേജുകളുണ്ട്. അപ്പോൾ അവിടെ എല്ലാം നമുക്ക് കണക്ഷൻ ഉണ്ട്. എവിടെയെങ്കിലും നല്ലൊരു 4 ഇയർ ഡിഗ്രി ചെയ്യിപ്പിക്കാൻ ഞാനിപ്പോൾ കിച്ചൺ ഒന്ന് കാണിക്കാം. അവിടുത്തെ ഷെഫുമാരെയൊക്കെ ഭയങ്കര നമ്മുടെ ഷെഫുമാരെല്ലാം ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഷെഫുമാരല്ല, ഈ ഹോട്ടൽ ഇൻഡസ്ട്രിയിലുള്ള എല്ലാവർക്കും ഈ വീഡിയോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു കുട്ടി ഇങ്ങനെ ഒരു ഹോട്ടൽ വരിക എന്ന് പറയും. ഇത് നമ്മുടെ കിച്ചണാണ്. കിച്ചണിലെ ഷെഫുമാരെയൊക്കെ കാണിച്ചു തരാം. കാർത്തി വരൂ. ഇതാണ് 10ാം ക്ലാസ് +2 പഠിക്കുന്ന ഇവിടുത്തെ ഹെഡ് ഷെഫാണ് കൊച്ചി RCPയിലെ. അപ്പോൾ ഇദ്ദേഹത്തിന് ഷെഫ് ആവാൻ വേണ്ടിയിട്ട് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ നമ്മളിവിടെ ഇന്റേൺഷിപ്പിന് അടുത്ത ആഴ്ച കൊണ്ടുവരും. അത് കഴിഞ്ഞ് ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചിട്ട് പുള്ളിയെ നമ്മുടെ RCPയിലെ ഷെഫാക്കി മാറ്റണം. ഓക്കെ, അപ്പൊ എന്നാണ് എക്സാം കഴിയുന്നത്? 26 കഴിഞ്ഞിട്ട് എക്സാമിന് ഇപ്പൊ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, ഏറ്റവും നല്ല മാർക്ക് നേടുക. ബാക്കിയുള്ള കാര്യം നേരത്തെ പറഞ്ഞ പോലെ മലയാളികളെല്ലാം അല്ലെങ്കിൽ കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും നിഖിലിന്റെ കുടുംബത്തോടൊപ്പം ഉണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് എത്രയും പെട്ടെന്ന് നേരിട്ട് കാണുകയും ഈ പറഞ്ഞ പോലെ ഏറ്റവും നല്ലൊരു ഷെഫായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളും നമ്മുടെ ഗ്രൂപ്പും നിഖിലിനോടൊപ്പം ഉണ്ട്. അപ്പോൾ സന്തോഷത്തോടുകൂടി ഇനിയുള്ള ആ ഒരു ടൈമിൽ മാക്സിമം +2 നല്ല മികച്ച മാർക്കോട് കൂടി പാസ്സാവുക. അതിനുശേഷം ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇവിടുത്തെ ട്രെയിനിങ്ങും ഇന്റേൺഷിപ്പും അതിനോടൊപ്പം പഠനവും ജോലിയും, ഏറ്റവും യങ്ങസ്റ്റ് ഷെഫായിട്ട് നമുക്ക് ഒരുപാട് മത്സരങ്ങളിലൊക്കെ പോകാൻ പറ്റും, കേരളത്തെ പ്രതിനിധീകരിക്കാൻ പറ്റും. ഏറ്റവും നമ്മുടെ കേരള ക്യുസിനിൽ നമ്മുടെ നാടൻ ഭക്ഷണത്തിന് തന്നെ ഒരു എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരു ഷെഫായിട്ട് മാറാൻ പറ്റും. ഓക്കെ അശ്വതി, ആ അതെ സുഖമായിട്ടിരിക്കുകയാണ്. ഇതുപോലെ നിങ്ങളുടെ കണക്കുള്ള ഒരു ചെറിയ ഷെഫാണ് ഇവിടെ ട്രെയിനിങ്ങിന് വന്നത്. ഇപ്പൊ ഇവിടുത്തെ ഇതിപ്പോ ഒരു കോമി ഫസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. നിങ്ങളുടെ എത്ര വയസ്സുണ്ട് ഇപ്പൊ? കോമി തേർഡാണ്. ട്രെയിനിങ് കഴിഞ്ഞ് കോമി തേർഡായിട്ട് ഇവിടെ ട്രെയിനിയായിട്ട് വന്നു. കുറെ അടുത്ത് ജോലി ചെയ്ത് ഇപ്പൊ കോമി തേർഡായിട്ട് വർക്ക് ചെയ്യുന്നത് കണ്ണൂരല്ലേ? കണ്ണൂരുകാരനാണ്. അപ്പൊ ഇതുപോലെ നമുക്ക് യൂണിഫോം ഒക്കെ ഇട്ട് നല്ലൊരു ഷെഫായിട്ട് എത്രയും പെട്ടെന്ന് മാറാം. അശ്വതി പറയൂ. ഹലോ. ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് നമ്മളിവിടെ വരെ വന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒന്നും വിശ്വാസം അല്ലെങ്കിൽ ഇപ്പൊ പ്രാർത്ഥന ഒന്നും ഇല്ല. പണ്ടേ അങ്ങനെയായിരുന്നു. അപ്പൊ പ്രാർത്ഥന അങ്ങനെ ഒന്നിനോടും വിശ്വാസം ഒന്നുമില്ല. കാര്യം ജീവിതം ഒരു സന്തോഷമോ അല്ലെങ്കിൽ എന്താ പറയാ ഒന്നിനോടും താല്പര്യമില്ല, അങ്ങനെയൊക്കെ ഒരു അവസ്ഥ. പക്ഷെ ഇതിലൂടെ ഇപ്പൊ എനിക്ക് മനസ്സിലായി ദൈവം ഒരാളെ എത്രത്തോളം ഇത്രയും പെട്ടെന്ന് ഒരാൾ ഉയർത്തിയെന്ന് പറയുന്നത് വളരെ എനിക്ക് ഭയങ്കര അത്ഭുതമാണ് സത്യം പറഞ്ഞ. ആ ഒരു ഇപ്പം ദൈവവിശ്വാസം വന്നു തുടങ്ങി. എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. തീർച്ചയായിട്ടും അത് ഒരു സമയത്തിൽ കാരണം ഇത് ഒരു അവിചാരിതമായിട്ട് നിങ്ങൾ വന്ന് നിങ്ങളുടെ കഥ പറയുകയായിരുന്നില്ലല്ലോ. ഇതൊരു ദൈവനിശ്ചയമാണ്. നിഖിലിനെ ലോകം മുഴുവൻ അറിയണം. ലോകത്തെ മലയാളികളെല്ലാം ഒറ്റയടിക്ക് നിങ്ങളെ സ്നേഹിച്ചു. കാരണം ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടി ഇത്രയും തന്മയത്തോടുകൂടി ഇത്രയും നല്ല രീതിയിൽ അതിന്റെ ഒരു ജീവിതത്തിൽ ഇത്രയും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടും അതിനെയൊക്കെ നേരിടുമെന്നുള്ള കോൺഫിഡൻസ്. ഇപ്പൊ ഇവര് നമ്മളാരും വന്ന് സഹായിച്ചില്ലെങ്കിലും നിഖിൽ വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഈ ഒരു വാർത്ത വന്നില്ലായിരുന്നെങ്കിലും നിങ്ങളുടെ ആത്മവിശ്വാസവും നിങ്ങളുടെ ആ ഒരു രീതിയിൽ നിഖിൽ മുന്നോട്ട് ചിലപ്പോൾ കുറച്ചുകൂടെ സ്ട്രഗിൾ ചെയ്യുമായിരിക്കും. പക്ഷെ എന്തെങ്കിലും നിങ്ങൾ എത്തപ്പെടുമെന്ന് എന്തെങ്കിലും ഇതല്ലെങ്കിൽ ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾക്ക് ഇതെല്ലാം എത്തപ്പെടും. ചിലപ്പോൾ കാലം വൈകിയേക്കാം,
പക്ഷെ ഇപ്പം ആ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൂടെ കൂടിയോണ്ട് നമുക്ക് എല്ലാവരുടെയും കൺമുമ്പിൽ എത്താൻ പറ്റി. അപ്പോൾ നമുക്ക് എല്ലാവരും, മലയാളികളെല്ലാവരും, എല്ലാ ആൾക്കാരും, ഞാൻ പറഞ്ഞല്ലോ എത്രയോ ആൾക്കാർ എൻ്റെ അടുത്ത് ഡയറക്റ്റ് ഓഫർ ചെയ്തിട്ടുണ്ട്, എന്ത് വേണമെങ്കിലും നിങ്ങളുടെ പഠനത്തിന് സ്പോൺസർ ചെയ്യാനൊക്കെ താല്പര്യമുള്ളവരൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഒരുപാട് പേര് വിളിച്ചു, ഇങ്ങനെ പറയും, ഒരുപാട് നല്ല മനസ്സുള്ള ആൾക്കാരൊക്കെ വിളിക്കുകയും സംസാരിക്കുകയും സ്പോൺസർഷിപ്പ് ഒട്ടും പ്രതീക്ഷിച്ചില്ല. മനസ്സിലായി, നമ്മള് എന്താ പറയാ, ഒന്നും പറയില്ല, ഈ വാക്കുകളില്ല പറയാൻ. അപ്പോൾ തീർച്ചയായിട്ടും നല്ല 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 കാര്യങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ അമ്മ പറയുന്നത് ഞാൻ കേട്ടിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവും ഇനി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു കരിയറും പ്രൊഫഷനും നല്ലൊരു ജീവിത സാഹചര്യം കൊണ്ട് അനിയനെയും അനുജനെയും അമ്മയെയൊക്കെ നല്ല രീതിയിൽ സംരക്ഷിച്ച് അവരെ ഏറ്റവും പ്രൗഡാക്കി മാറ്റാൻ പറ്റും. ആൻഡ് യു ക്യാൻ ബി എ റോൾ മോഡൽ ഫോർ ഓൾ ദ യങ്സ്റ്റേഴ്സ്. മനസ്സിലായില്ലേ? നമ്മുടെ കേരളത്തിലുള്ള എല്ലാ കുട്ടികൾക്കും അല്ലെങ്കിൽ വരുന്ന യങ്സ്റ്റേഴ്സിനെല്ലാം ഒരു റോൾ മോഡലായിട്ട് മാറാൻ പറ്റിയ ഒരാളാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു കരിയറും പ്രൊഫഷനും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് അധ്വാനിക്കുക, നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. ആ ഒരു വലിയൊരു ഭാവി നിഖിലിനുണ്ട്. അതിനോടൊപ്പം ഏറ്റവും വലിയ കാര്യം, കേരളത്തിലെ എല്ലാ ജനങ്ങളും ഒപ്പമുള്ള ഒരാളാണെന്ന് ആ ഒരു തോന്നലും ആ ഒരു ഇതുകൂടെ മനസ്സിലുണ്ടായിട്ട് വേണം ഇനിയുള്ള ജീവിതത്തിൽ മുന്നോട്ടുള്ള യാത്രയിൽ ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് ബി ഹംബിൾ. ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം മനസ്സിന് നന്ദി വരിക. കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വരുമ്പോൾ ഉണ്ടാവുന്ന രീതിയിൽ ആ മാറ്റം വരുത്താതെ ആ ഒരു ദൈവികതയോടെ കൂടെ മുന്നോട്ട് പോട്ടെ. എല്ലാവിധ ആശംസകളും. അപ്പോൾ എത്രയും വേഗം നമുക്ക് കാണാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ തിരുവനന്തപുരത്ത് വന്ന് വീട്ടിൽ വെച്ച് കാണാം. അത് കഴിഞ്ഞിട്ട് കൊച്ചിയിൽ കൊണ്ടുവന്ന് ഈ സ്കൂൾ വെക്കേഷൻ ടൈമിൽ ഫസ്റ്റ് ഇന്റേൺഷിപ്പാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എൻ്റെ അമ്മയുടെ തെക്ക അന്വേഷണം പറയൂ അനുജന്റെ അടുത്ത്.